നിങ്ങളെ കുറെ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് RRB ജെയുടെ നോട്ടിഫിക്കേഷൻ 2025 വരുമോ? അതുകൂടാണ്ട് വേക്കൻസീസ് അഥവാ വന്നാൽ തന്നെ എപ്പോഴായിരിക്കും വരുന്നുണ്ടാവുക, അതേപോലെ വേക്കൻസീസ് എത്രയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്ത്, നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ്സിന്റെ സപ്പോർട്ടോട് മാത്രമേ നിങ്ങളോട് നമ്മൾ പറയാറുള്ളൂ. അപ്പൊ ഇതിലിപ്പോ നോക്കുമ്പോൾ ആനുവൽ കലണ്ടർ ഫോർ RRB റിക്രൂട്ട്മെന്റ്സ് ആണ്. അപ്പൊ ഇതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിൽ പറയും. എന്താ 30/6/2026 വരെയുള്ള വാക്കൻസീസ് ആയിരിക്കും അസസ്മെന്റ് നടത്തുന്നുണ്ടാവുക. എന്നിട്ട് അതിന്റെ പ്രപ്പോസൽ ഡ്രാഫ്റ്റ് ജനുവരിയിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ജനുവരിയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. പക്ഷെ മാർച്ചിൽ എന്ത് ചെയ്തു, അതിന്റെ വേക്കൻസി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. പിന്നെ എന്താ, ഏപ്രിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. പിന്നെ ടെക്നീഷ്യന്റെ എന്താ മാർച്ചിൽ വരുന്നോളൂ, മാർച്ചിൽ വന്നിട്ടില്ല, ചെറിയൊരു ഡിലേ ആണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ്, ജൂനിയർ എഞ്ചിനീയർ, പാരാമെഡിക്കൽ കാറ്റഗറീസ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസമാണ് വന്നിട്ടുള്ളത്. അത് പ്രകാരം എന്താ പറഞ്ഞേക്കുന്നത്, ജൂണിൽ പ്രപ്പോസൽ ഡ്രാഫ്റ്റ് തയ്യാറാവുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് അപ്ഡേറ്റ് എന്നില്ലേ നോക്കുക. ഇത് നമ്മൾ ആ ഒരു CN അതായത് LPയുടെ കേസിൽ 19/3 മാർച്ച് 19 എന്ത് ചെയ്തു, വേക്കൻസി അസസ്മെന്റ് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ, ഒരു നോട്ടീസ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ് പുറത്തു വന്നു മാർച്ച് 19. മാർച്ച് 29 ഷോർട്ട് നോട്ടീസ് പുറത്തു വിട്ടു. സോറി, അതെ, നമ്മൾ ഷോർട്ട് നോട്ടീസ്, അഡ്വർടൈസ്മെന്റ് CNന്റെ ഷോർട്ട് നോട്ടീസ് പുറത്തു വിട്ടു. ഏപ്രിൽ 12 എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഏപ്രിൽ 8 പറഞ്ഞു. പിന്നെ 10/12 എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഏപ്രിൽ 12. അതായത് ഏകദേശം ഒരു 20-22 ദിവസം അല്ലെ, 20-22 ദിവസത്തെ ഗ്യാപ്പിൽ, അതായത് നമ്മളുടെ വേക്കൻസി അസസ്മെന്റ് നടത്തിയിട്ട് 20 ദിവസമുള്ള ഗ്യാപ്പിൽ എന്ത് ചെയ്തു, അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. രണ്ടാമത് ടെക്നീഷ്യന്റെ എപ്പോഴാ വന്നേ, ജൂൺ 10 വന്നേക്കുന്നത്. ടെക്നീഷ്യൻ എപ്പോഴാ വന്നേ, ജൂൺ 10 വന്നു. അതായത് ജൂൺ 10 നമ്മളെ വേക്കൻസി അസസ്മെന്റ് വന്നു. ജൂൺ 10 അതിന്റെ ഒഫീഷ്യൽ നോട്ടീസ് വന്നു. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഇത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു. അതിനുശേഷം നോക്കിയതാ, ജൂൺ 28 അതിന്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു വന്നു പറഞ്ഞു. 18 ദിവസത്തെ ഗ്യാപ്പ്. ഓൺ ആൻ ആവറേജ് നമുക്ക് 20 നമുക്ക് കണക്ക് കൂട്ടാം. 20 ദിവസത്തെ ഗ്യാപ്പിൽ എന്ത് ചെയ്തു, അവിടെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഇതാണ്. ഇതെന്താ, വേക്കൻസി അസസ്മെന്റ് ഫോർ ദ പാരാമെഡിക്കൽ കാറ്റഗറീസ് ടു ബി നോട്ടിഫൈഡ് ഇൻ 2025. ഈ പാരാമെഡിക്കൽ കാറ്റഗറീസ് എവിടെ വരുന്നതാ, കണ്ടില്ല, ഇതാ ഇവിടെ വരുന്നതാ പാരാമെഡിക്കൽ കാറ്റഗറീസ്. അത് ജൂലൈ സെപ്റ്റംബർ, ജൂണിലാണ് പ്രപ്പോസൽ ഡ്രാഫ്റ്റ് CN പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അത് സോറി, സെപ്റ്റംബർ 2026 വരെയുള്ള വേക്കൻസീസ് ആയിരിക്കും അവിടെ അസസ്മെന്റ് നടത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതില് വേക്കൻസി അസസ്മെന്റ് ഏപ്രിൽ മെയ് കാലയളവിലാണ് നടത്തേണ്ടത്. അപ്പൊ അതിപ്പം നടത്തിയിട്ടുണ്ടാവും. പാരാമെഡിക്കൽ കാറ്റഗറിയുടെ കേസിൽ എന്ത് വന്നു, അവിടെ വേക്കൻസി അസസ്മെന്റ് ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. പാരാമെഡിക്കൽ കാറ്റഗറിയിൽ വേക്കൻസി അസസ്മെന്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിപ്പം 17 കഴിഞ്ഞ ദിവസമാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജൂലൈയിൽ തന്നെ എന്ത് വരും, അതിന്റെ CN സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് ഇറക്കുന്നുണ്ടാവും. ജൂലൈയിൽ തന്നെ അതിന്റെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെന്തുള്ള നോൺ ടെക്നിക്കൽ പോപ്പുലർ ഗ്യാരണ്ടി NTPC അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റും ഉള്ളത്, അത് ചിലപ്പോൾ ഒന്ന് ഡിലേ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ, ഗ്രാജുവേറ്റിന്റെ എക്സാം കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേറ്റിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നേ ഉള്ളൂ. അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാം ഡേറ്റ് പോലും വന്നിട്ടില്ല. പിന്നെയാണ് നമുക്ക് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ, JEയുടെ കേസ് CBT1 കംപ്ലീറ്റ് ആയി, CBT2 കംപ്ലീറ്റ് ആയി. CBT2ന്റെ റിസൾട്ട് എന്ത് ചെയ്യും, അടുത്ത മാസം വരുന്നുണ്ടാവും മോസ്റ്റ്ലി. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോ അത് അവിടെ മൺസ്, ആ ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ അവിടെ കഴിഞ്ഞ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ അത് അവിടെ സെറ്റ് ആയി. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, അവർക്ക് JEയുടെ നോട്ടിഫിക്കേഷൻ ഒന്നുകിൽ നമ്മുടെ ഷോർട്ട് നോട്ടീസ് എന്ത് ചെയ്യാം, ജൂലൈയിൽ തന്നെ ഇറക്കാം. ജൂലൈയിൽ തന്നെ ഷോർട്ട് നോട്ടീസ് ഇറക്കിയിട്ട് ഓഗസ്റ്റിൽ CN വരാം. അതല്ലാതെ ജൂലൈയിൽ തന്നെ രണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ JEയുടെ ഷോർട്ട് നോട്ടീസ് എന്തായാലും ജൂലൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
ഓക്കെ. അത് കഴിഞ്ഞ് അതിന്റെ CN, സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, നമുക്ക് ഒന്നുകിൽ ജൂലൈയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോ ഇനി അടുത്ത കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ വേണ്ടി കിട്ടുന്നില്ല കാര്യം. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം അതിപ്പം ജൂൺ മാസമാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ, ഒരു ആഗസ്റ്റ്, ഒരു മാസം നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും, 20-28 ദിവസം. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ എല്ലാ എക്സാമും നമ്മളിപ്പം ജൂണിൽ ഇപ്പം RRBയുടെ NTPCയുടെ എക്സാം വന്നു, ജൂലൈയിൽ ചിലപ്പോൾ ഗ്രൂപ്പ് ഡി ഉണ്ടാവും. അതേപോലെ ജൂലൈയിൽ തന്നെ വേണമെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഉണ്ടാവും. ഓക്കെ. പിന്നെ ഓഗസ്റ്റിലാകുമ്പോൾ നമ്മുടെ SSCയുടെ എക്സാംസ് വരുന്നുണ്ട്. ആ ഒരു കലണ്ടർ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നമുക്ക് തരാം. SSC CGLന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. അതിന്റെ എക്സാം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിൽ ഉണ്ടാവാം. ഓക്കെ. പിന്നെ സെപ്റ്റംബറിൽ എക്സാം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, RRBയുടേത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ, ഞാൻ ഒരു പ്രഡിക്ഷൻ ആണ് പറയുന്നത്, അത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ജൂലൈ ഓഗസ്റ്റിലൊക്കെ എക്സാം വന്നു കഴിഞ്ഞാൽ, സോറി, ജൂലൈ ഓഗസ്റ്റിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നവംബർ ഡിസംബറിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എക്സാംസ് എക്സ്പെക്ട് ചെയ്യാം. എക്സാംസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. കാരണം വെച്ചാൽ അവിടെ സ്ലോട്ട്സ് അവൈലബിലിറ്റി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ ടെൻഡറിന്റെ ഒക്കെ മാറ്റുന്നതിന്റെ കാര്യങ്ങളൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇതേപോലെ കൃത്യമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അവിടെ എക്സാംസ് ആ ഒരു സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇൻ കേസ് അങ്ങനെ എക്സാംസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള സമയം എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ RRB JEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക, പ്രിപ്പയർ ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം റെയിൽവേയുടെ ഒക്കെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അവർ പോകുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം നമ്മളിപ്പോ പാരാമെഡിക്കലിന്റെ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് വരുന്നില്ല കാര്യം. അതവിടെ കാരണം വെച്ചാൽ ALPയുടെ വൈകി, ടെക്നീഷ്യന്റെ ഒക്കെ വൈകി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊക്കെ വൈകുന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്നത് സ്വാഭാവികമായിട്ടും. പക്ഷെ എന്താ, പാരാമെഡിക്കൽ വന്നു. അപ്പൊ എന്തായാലും അടുത്ത് എന്തായാലും എന്താ JE വരുന്നുണ്ടാവും. ഇതാണ് പാരാമെഡിക്കലിന്റെ ആ ഒരു വേക്കൻസി അസസ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ പബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 403 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ ആ ഒരു കാറ്റഗറിയിൽ. ഓക്കെ. അപ്പൊ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഈ വർഷം തന്നെ RRB JEയുടെ എക്സാംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൃത്യമായിട്ട് ഞാൻ ഒരു ഡിസ്ക്ലോഷർ അവിടെ വെക്കുവാണ്. കൃത്യമായിട്ട് അവര് നോട്ടിഫിക്കേഷൻസ് ഇറക്കി കഴിഞ്ഞാൽ ഈ വർഷം ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നവംബർ ഡിസംബർ കാലയളവിൽ തന്നെ വേണമെങ്കിൽ എന്ത് നമുക്ക് അവിടെ എക്സാംസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം വെച്ചാൽ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആകുമ്പോൾ SSCയുടെ എക്സാംസ് വന്നു. SSCയുടെ CGL ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്. ഓക്കെ. പിന്നെ പിന്നെ ഏതുണ്ടല്ലോ, ജി GD ഉണ്ട് തോന്നുന്നു, SSC GD. ഓക്കെ. അത് അവർ കൃത്യമായിട്ട് SSCയുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ആക്റ്റീവ് ആണ്. പിന്നെ അടുത്ത CHSLന്റെ നോട്ടിഫിക്കേഷൻ, പിന്നെ MTS, GD. അപ്പൊ ഇതിന്റെയൊക്കെ എക്സാംസ് ഓൾറെഡി, എക്സാം കാലണ്ടർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് ടെന്റേറ്റീവ് ആയിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ RRBക്ക് ആ ഒരു നവംബർ മാസമൊക്കെ കാലയളവിൽ സ്ലോട്ട് ഉണ്ടാവും. പിന്നെ ഒരു IBPSന്റെ എക്സാംസ് വരാനുണ്ട്. പക്ഷെ അവര് സാറ്റർഡേ സൺഡേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. IBPS, SBI, അവിടെയൊക്കെ PO, അതേപോലെ ക്ലർക്ക്. ഓക്കെ. അതേപോലെ ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ALPയുടെ, ടെക്നീഷ്യന്റെ, പാരാമെഡിക്കൽ കാറ്റഗറീസ്, JE ഒക്കെ ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. ഇതൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് പറയുന്നത്. നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതൊക്കെ നമ്മളൊരു പ്രഡിക്ഷൻ ആണ്. ഓക്കെ. നമ്മൾ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ. എനിവേ നിങ്ങളെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് എടുക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ അധികം സമയം കിട്ടണമെന്നില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.